മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടാകിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവി അറ്റുപോയി. മർദ്ദന വിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കളുടെ ആരോപണം. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ നാളെ തിരശ്ശീല ഉയരും. 8 ദിവസങ്ങളായി നടക്കുന്ന നാടകോത്സവത്തിൽ 15 നാടകങ്ങൾ അരങ്ങേറും. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചരിഞ്ഞ കൊമ്പന് അണുബാധയേറ്റിരുന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാട്ടാനയുടെ ജഡം കോടനാട് സംസ്കരിച്ചു. അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ബൈക്കിന് പുറകിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ആലത്തൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഗുരുവായൂരിൽ ബൈക്ക് യാത്രികന് തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് സ്വദേശി ഉണ്ണിയെയാണ് തെരുവുനായ ആക്രമിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമരം ചെയ്യാനുള്ള അവകാശം ജനാധിപത്യമാണ്. ദുരന്തബാധിതരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് DDMA ആണ്. ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകും. എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കകം പരിഹരിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. ആദ്യത്തെ ലിസ്റ്റ് പുറത്തിറങ്ങി. അതേതാണ് ലിസ്റ്റ്? ദുരന്തബാധിതരായിട്ടുള്ള ആക്ച്വൽ ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ പേരുകൾ. ആ പേരുകളിൽ പരാതി ഉണ്ടായി. പരാതികൾ സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരെ കൂടി കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ DDMA ജില്ലാ കളക്ടറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളായിട്ടുള്ള DDMA 242 ആളുകളുടെ പേരുകൾ പ്രഖ്യാപിച്ചു. അതിൽ മറ്റൊരു പരാതിയും സർക്കാരിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലിസ്റ്റ്, നോ ഗോ സോൺ ലിസ്റ്റ്. ആ ലിസ്റ്റിൽപ്പെട്ടവരുടെ പേരുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കും. ഇന്നോ നാളെയോ ആയി പ്രഖ്യാപിക്കും. പിന്നെ വരുന്നത് ഐസൊലേറ്റഡ് ആണ്. അതിനെ സംബന്ധിച്ചും പ്രഖ്യാപനം ഉണ്ടാകും. ഏത് കാറ്റഗറിയിലാണ് ആരാണ് പെടാത്തത് എന്ന് പറഞ്ഞാൽ പരിശോധിച്ച് അവരെ ഉൾപ്പെടുത്തും. അല്ലാതെ ഇപ്പോൾ സർക്കാരിന് 1000 വീട്, 2000 വീട്, 800 വീട്, 700 വീട് അങ്ങനെയല്ല. ദുരന്തബാധിതരായ മുഴുവൻ ആളുകൾക്കും, ദുരന്തത്തിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക്, ദുരന്തത്തെ തുടർന്ന് അങ്ങോട്ട് കയറാൻ പറ്റാത്ത ജോൺ മൈത്തായിയുടെ നേതൃത്വത്തിൽ നോഗോ സോൺ എന്ന് പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ ഉൾപ്പെട്ട വീടുകൾക്ക് അതിനുള്ള കൃത്യമായ ലിസ്റ്റ് തരും. ആ ലിസ്റ്റ് എല്ലാവരും കേട്ടിട്ടാണ് പ്രഖ്യാപിക്കുക. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ പരാതി തന്നാൽ ഉറപ്പായിട്ടും മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ച് ആ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവിയുടെ ഒരു ഭാഗം മറ്റുപോയി. കഴിഞ്ഞ 19-നാണ് സംഭവം. മർദ്ദന വിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചു. മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ മകനെതിരെ റാഗിംഗ് കേസ് ഉണ്ടാകുമെന്നും ഭാവി നഷ്ടപ്പെടുമെന്നും അധ്യാപകർ ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ പറഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥി നിലവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ആക്രമിച്ച വിദ്യാർത്ഥികൾക്കെതിരെയും മർദ്ദന വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ച അധ്യാപകർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ മൊഴി ഇന്ന് കുന്നംകുളം പോലീസ് രേഖപ്പെടുത്തും. സംഭവത്തിനിടെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് കൊലവിളി സന്ദേശവും പുറത്തുവന്നിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. വൈകിട്ട് 5-ന് നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ഉദ്ഘാടന നാടകമായി ആക്ടർ മുരളി തിയേറ്ററിൽ ഗിരീഷ് കർണാടിന്റെ ഹയവദന നാടകം അരങ്ങേറും. സംസ്കാരത്തിന്റെ വ്യത്യസ്ത ധാരകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യാശയും അതിജീവനവും പ്രമേയമാകുന്ന പ്രതിഷേധത്തിന്റെ സംസ്കാരങ്ങൾ എന്ന ആശയമാണ് ഈ വർഷത്തെ ഇഡ്ഫോക്ക് മുന്നോട്ട് വയ്ക്കുന്നത്. 8 ദിവസങ്ങളായി നടക്കുന്ന നാടകോത്സവത്തിൽ 15 നാടകങ്ങൾ 3 വേദികളിലായി അരങ്ങേറും. ഈജിപ്ത്, റഷ്യ, ഹംഗറി, ശ്രീലങ്ക, ബറാസ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് മാനവിക മൂല്യങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകൾ വെളിപ്പെടുത്തുന്ന 5 വിദേശ നാടകങ്ങളാണ് ഇത്തവണ പ്രദർശനത്തിനുള്ളത്. 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. മെയിൽ വഴി ലഭിച്ച ടിക്കറ്റ് QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ടിക്കറ്റ് പ്രിന്റ് എടുത്തു വന്നോ നാടകം കാണാവുന്നതാണ്. നാടകോത്സവം മാർച്ച് 2-ന് സമാപിക്കും.
ഇറ്റ്ഫോക് ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി, ഫെസ്റ്റിവൽ ഡയറക്ടർ ബി ആനന്ദകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ ചികിത്സയിലിരിക്കെ ചരിഞ്ഞ കൊമ്പന് അണുബാധ ഏറ്റിരുന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുമ്പിക്കൈയിൽ പുഴു അരിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മരണകാരണം ഹൃദയാഘാതം മൂലമാണെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ആനയുടെ ശരീരത്തിൽ ലോഹഘടകങ്ങൾ ഇല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മുറിവിന് 65 സെന്റിമീറ്റർ ചുറ്റളവും 15 സെന്റിമീറ്റർ വ്യാസവും 1.5 അടിയോളം ആഴവുമുണ്ട്. ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തുണ്ടായ മുറിവ് തന്നെയാണ് അണുബാധയ്ക്ക് കാരണമായത്. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സയിലിരിക്കെയാണ് ആന ചരിഞ്ഞത്. തൃശൂർ മണ്ണുത്തിയിൽ നിന്നെത്തിയ വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മണ്ണുത്തി വെറ്റിനറി കോളേജിലെ സർജൻ ഡോക്ടർ അനൂപ് രാജിന്റെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. ആനയെ മയക്കുവെടി വയ്ക്കുകയും ചികിത്സിക്കുകയും ചെയ്ത സംഘത്തിലെ ഡോക്ടർമാരെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ആനയുടെ ജഡം കോടനാട്ടെ ഉൾക്കാട്ടിൽ തന്നെ സംസ്കരിച്ചു. അട്ടപ്പാടി മേലെ ഭൂതയാറിൽ നിന്നും പിടിയിലായ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മൃഗാശുപത്രിയിലെത്തിച്ചു. ഇന്ന് രാവിലെയാണ് കരടിയെ എത്തിച്ചത്. കരടിക്ക് വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. കരടിയെ പാദത്തിൽ പരിക്കേറ്റ നിലയിലാണ് പുത്തൂരിലെത്തിച്ചത്. ആനയുടെ ചവിട്ടേറ്റാണ് പരിക്കേറ്റതെന്നാണ് നിഗമനം. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ബൈക്കിന് പുറകിൽ ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ആലത്തൂർ സ്വദേശി പുന്നക്കാട്ടിൽ വീട്ടിൽ 63 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. മാടക്കത്ര പവർ ഗ്രിഡിലെ സെക്യൂരിറ്റി ജോലിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബൈക്ക് ഓടിച്ച ആളുടെ പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂരിൽ ബൈക്ക് യാത്രികന് തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് സ്വദേശി ഉണ്ണിയെയാണ് തെരുവുനായ ആക്രമിച്ചത്. പടിഞ്ഞാറേനടയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ ബൈക്ക് നിർത്തിയതോടെ നായ അക്രമാസക്തനാവുകയായിരുന്നു. നായ ഓടിക്കാനായി കൈ ഉയർത്തിയതോടെ കൈയിൽ കടിയേൽക്കുകയും ചെയ്തു. പടിഞ്ഞാറേനടയിൽ സ്ഥിരമായി കാണുന്ന ഈ നായ്ക്ക് ഓട്ടോ ഡ്രൈവർമാരും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുമാണ് ഭക്ഷണം നൽകിയിരുന്നത്. ഇടയ്ക്ക് അക്രമാസക്തനാകാറുള്ള നായ നിരവധി പേരെ കടിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത അവഗണനയാണ് സർക്കാർ ജീവനക്കാർ ഇപ്പോൾ നേരിടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ 39ാം സംസ്ഥാന സമ്മേളനം തൃശൂർ പുഴയ്ക്കലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശത്രുത മനോഭാവത്തോടെ ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. KGOU സംസ്ഥാന പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VM ഷൈൻ, AP അനിൽകുമാർ, B ഗോപകുമാർ, മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഡോക്ടർ CB അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. KGOU ബുള്ളറ്റിൻ പ്രകാശനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണന് നൽകി VD സതീശൻ നിർവഹിച്ചു. ബുള്ളറ്റിൻ എഡിറ്റർ M മുഹമ്മദ് സലീം, ജയന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമ്മേളനം നാളെ സമാപിക്കും. ധരിച്ചിരിക്കുന്ന ഒരു ധനകാര്യ മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആശാ വർക്കർമാർ സമരം ചെയ്യാണ്. 12ഉം 14ഉം മണിക്കൂർ ജോലി ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ 7000 രൂപയാണ് അവരുടെ ഓണറേറിയം. അത് തന്നെ കൊടുത്തിട്ട് മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട്. അത് കൊടുക്കില്ല. പക്ഷേ PSC ചെയർമാന്റെ ശമ്പളം 3,80,000 ആക്കി. PSC അംഗങ്ങളുടെ ശമ്പളം 3 ലക്ഷത്തിലധികമാക്കി. ഒരു PSC അംഗം 5 കൊല്ലം ഇരുന്നാൽ റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെൻഷൻ 2.25 ലക്ഷമാണ്. മന്ത്രിമാർക്ക് പോലും ഇല്ലാത്ത ശമ്പളമാണ്. കണിമംഗലത്ത് ഓട്ടോറിക്ഷ കാറിലിടിച്ച് മറിഞ്ഞ യുവാവ് മരിച്ച കേസിൽ 7,29 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തൃശൂർ മോട്ടോർ ആക്സിഡന്റ്സ് ക്ലെയിംസ് ട്രിബ്യൂണൽ വിധിച്ചു. IT വിദഗ്ധനായി സുമേഷ് B തോമസ് 2016 ജനുവരി 25-ന് കണിമംഗലത്തുണ്ടായ അപകടത്തിൽ മരിച്ചതിനെ തുടർന്ന് ഭാര്യയും മക്കളും ചേർന്ന് അഭിഭാഷകരായ NB സുകുമാരൻ, V കുര്യൻ തോമസ് എന്നിവർ മുഖേന നൽകിയ കേസിലാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയോട് സംഖ്യ നൽകാൻ തൃശൂർ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രിബ്യൂണൽ TK മിനിമോൾ ഉത്തരവിട്ടത്. 4,10
15,83,766 രൂപ ഹർജി തീയതി മുതൽ 7.5% പലിശയും കോടതി ചിലവുകളും കൂടിയ സംഖ്യയായ 7,29,374 രൂപ നൽകാനാണ് വിധി. അപകട സമയത്ത് സുമേഷ് ബി തോമസ് ബാംഗ്ലൂർ മൈൻട്രീ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആൻഡ് മൈക്രോസോഫ്റ്റ് സിഇഒ ആയി ജോലി നോക്കുകയായിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ അഴിമതി ഭരണത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ബി.ജെ.പി. ഏകദിന ഉപവാസ സമരം നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ഉപവാസ സമരം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കട്ടുമുടിക്കുന്ന അഭിനവ വീരപ്പനാണ് തൃശൂർ മേയറെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. അഴിമതിയുടെയും ദുർഭരണത്തിന്റെയും പ്രതീകമായി തൃശൂർ കോർപ്പറേഷൻ മാറി. ഇതിന് ഒത്താശ ചെയ്തു നൽകുന്നത് കോൺഗ്രസ് പ്രതിപക്ഷമാണ്. ഇടത് കോൺഗ്രസ് അഴിമതി കൂട്ടുകെട്ടാണിത്. നിയമസഭയിൽ CPM-നെ UDF എങ്ങനെ സംരക്ഷിക്കുന്നോ അതിന് സമാനമായ രീതിയിലാണ് കോർപ്പറേഷനിലും UDF സംരക്ഷണമൊരുക്കുന്നത്. കേന്ദ്രാവിഷ്കൃത പദ്ധതി ഫണ്ടുകളിൽ കൈയിട്ട് വാരിയാൽ മേയറുടെ സ്ഥാനം ജില്ലാ ജയിലാകുമെന്നും കൂട്ടുനിൽക്കുന്ന സെക്രട്ടറി ഇങ്ങനെ പോയാൽ പെൻഷൻ വാങ്ങി ഉണ്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ പെരുമാറുന്നത് കണ്ടാൽ മേയറുടെ വീട്ടിലത്തെ അടിച്ചുവാറുന്ന ആളുടെ കൂടെയാണ് ഇവിടുത്തെ സെക്രട്ടറി പ്രവർത്തിക്കുന്നത്. സെക്രട്ടറിയോട് ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഇവിടെ കൗൺസിൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ, മേയർ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ അതിനെ തിരുത്താനും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൗൺസിലിനെ കൊണ്ടെടുപ്പിക്കാനും ആ തെറ്റുകൾ തിരുത്താനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം സെക്രട്ടറിക്കാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൗൺസിലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണം. മേയറും കൗൺസിലും തെറ്റായിട്ടുള്ള പാതയിലാണ് പോകണമെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കാണുള്ളത്. പക്ഷേ ഇവിടുത്തെ മേയറുടെ കൊള്ളക്ക് കൗൺസിലിനകത്ത് ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് എല്ലാം ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറി കൂട്ടുനിൽക്കുക. കോർപ്പറേഷൻ സെക്രട്ടറിയോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ ഇങ്ങനെ പോയാൽ ബി.ജെ.പി. തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി. മേനോൻ അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, തൃശൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ടോണി ചാക്കോള, കോർപ്പറേഷൻ കൌൺസിലർമാരായ N. പ്രസാദ്, പൂർണിമ സുരേഷ്, K.G. നിജി, ഡോക്ടർ വി. ആതിര, N.V. രാധിക എന്നിവർ പങ്കെടുത്തു. ബി.ജെ.പി. ഒല്ലൂർ, തൃശൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. 160 രൂപ വർദ്ധിച്ച് 1 പവൻ സ്വർണ്ണത്തിന്റെ വില 64,360 രൂപയായി. ഗ്രാമിന് 20 രൂപയാണ് വർദ്ധിച്ചത്. 8,045 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. വ്യാഴാഴ്ച 280 രൂപ വർദ്ധിച്ചതോടെയാണ് 11-ന് രേഖപ്പെടുത്തിയ 64,480 എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയത്. 64,560 രൂപയെ ഉയർന്നാണ് സ്വർണ്ണവില റെക്കോർഡിട്ടത്. അതേസമയം ഇന്നലെ പവന് 360 രൂപ കുറഞ്ഞിരുന്നു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 1-ാം പ്രതി സിജോയ് വർഗീസിന് കോടതി ജാമ്യം നിഷേധിച്ചു. തൃശൂർ സെഷൻ ജഡ്ജി P.P. സെയ്തലവിയാണ് ജാമ്യം നിഷേധിച്ച് ഉത്തരവിട്ടത്. പൂങ്കുന്നം സ്വദേശി മനോജിനെയാണ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ജനുവരി 3-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് A. ദേവദാസ് കോടതിയിൽ ഹാജരായി. സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങളിലും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ച് ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കുന്നി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചെക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ്, സനോജ് കാട്ടൂക്കാരൻ, EV സുനിൽ രാജ്, നിമ്മി റപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ച പരിമിതിയുള്ളവർക്ക് വഴികാട്ടുന്ന കണ്ണട, സെൻസർ ഘടിപ്പിച്ച വേസ്റ്റ് ബാസ്ക്കറ്റ് തുടങ്ങി വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവതരിപ്പിച്ച റോബോ ഫസ്റ്റ് പ്രദർശനം ശ്രദ്ധേയമായി. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P.B. രഘു, SMC ചെയർമാൻ നവാസ് പടിവിങ്ങൽ, പ്രധാനാധ്യാപിക ഷൈനി ആന്റോ എന്നിവർ പങ്കെടുത്തു. അഗ്നിബാധ മുന്നറിയിപ്പ് നൽകുന്ന അലാറാം, ഇന്റലിജന്റ് സ്ട്രീറ്റ് ലൈറ്റ്, ഓട്ടോമാറ്റിക് ഡോർ, ഓട്ടോമാറ്റിക് ഡയസ് തുടങ്ങി പ്രൊജക്ടുകളും ശ്രദ്ധേയമായി. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ കുട്ടികളുടെ ആശയങ്ങൾ ആർഡിനോ ഉപകരണം ഉപയോഗിച്ച് വിവിധ പ്രവർത്തനങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്.
കുട്ടികളുടെ ആശയങ്ങൾക്ക് കൈറ്റ് അധ്യാപകരായ അരുൺ പീറ്റർ, കെ എസ് ചിത്ര എന്നിവർ കോഡിംഗ് തയ്യാറാക്കിയാണ് പ്രദർശനത്തിനെത്തിച്ചത്. കണ്ണ് കാണാത്തവർക്ക്, അതായത് ബ്ലൈൻഡിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ണടയാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിപ്പിച്ചു നോക്കിയത്. ഇത് നമ്മൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് അലാറം അടിക്കുകയും അതനുസരിച്ച് നമുക്ക് മുമ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. കണ്ണ് കാണാത്തവർക്ക് വളരെ പ്രയോജനകരമായ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കും. എന്തായാലും നല്ല ഒരു ഉപകരണമായിട്ട് തന്നെയാണ് ഇതിനെ CPM കൊടകര ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സമര പ്രചരണ കാൽനട ജാഥയ്ക്ക് മറ്റത്തു കൊടകര പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച ജാഥ കൊടകര വല്ലപ്പാടിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് E.K. അനൂപ് ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. വാസുപുരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ ജില്ലാതല പുരസ്കാരം നേടിയ ജൈവ കർഷകൻ വിനയൻ തൊഴുത്തുംപറമ്പിലിനെ ജാഥ ക്യാപ്റ്റൻ PK ശിവരാമൻ അനുമോദിച്ചു. വൈസ് ക്യാപ്റ്റൻ KJ ഡിക്സൺ, മാനേജർ MR രഞ്ജിത, സരിത രാജേഷ്, PR പ്രസാദൻ, MB സതീഷ്, ബാബു, PN വിഷ്ണു, PC ഉമേഷ്, അമ്പിളി സോമൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ അധ്യക്ഷയായി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ AK ടോണി, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പുഷ്പ രാധാകൃഷ്ണൻ, ജില്ലാ RHM ഓഫീസർ ഡോക്ടർ VK മിനി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ സർക്കാർ ആശുപത്രികളായിട്ടാണ്. സർക്കാർ ആശുപത്രികൾ ബ്രാൻഡ് ചെയ്യുന്നു. ആ ബ്രാൻഡ് ചെയ്യുമ്പോൾ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ അതിലെന്തായാലും തിരുവമ്പാടി ക്ഷേത്രത്തിന് മുന്നിലുള്ള ദേവസ്വം പാർക്കിംഗ് ഗ്രൗണ്ട് ടാറിംഗ് നടത്തിയ ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച് ഭക്തജനങ്ങൾക്ക് തുറന്നു നൽകി. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർ മേനോൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, അംഗങ്ങളായ രാമകൃഷ്ണൻ, ശരത്ത്, K മോഹൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാന തലത്തിൽ മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനും പ്രാദേശിക ചാനൽ റിപ്പോർട്ടർക്കും കുന്നംകുളം പ്രസ് ക്ലബ്ബ് നൽകിവരുന്ന പുരസ്കാരത്തിനാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. 2024 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ മലയാള പ്രഭാത ദിനപത്രത്തിലും പ്രാദേശിക ചാനലിലും പ്രസിദ്ധീകരിച്ച ജനറൽ റിപ്പോർട്ടുകളാണ് വാർത്ത, ഫീച്ചർ, പരമ്പര അവാർഡിനായി പരിഗണിക്കുന്നത്. സൃഷ്ടികൾ മാർച്ച് 15 മുൻപായി സെക്രട്ടറി, പ്രസ് ക്ലബ്ബ്, C-ഷേപ്പ് ബിൽഡിംഗ്, തൃശൂർ ജില്ല എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതാണ്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ, സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നികുതി വർധനവിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കുഴൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ KPCC മുൻ ജനറൽ സെക്രട്ടറി MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സാജു മണവാളൻ അധ്യക്ഷനായി. സാജൻ കൊടിയൻ, അഡ്വക്കേറ്റ് OJ ജനീഷ്, PS സന്തോഷ് കുമാർ, MA ജോജോ, AC ജോയ് എന്നിവർ സംസാരിച്ചു. തോളൂർ പഞ്ചായത്തിലെ വനിതകൾക്ക് പോഷകത്തോട്ടം പദ്ധതി പ്രകാരം ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന വിൽസൺ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ സരസമ്മ സുബ്രഹ്മണ്യൻ, ഷീന തോമസ്, കൃഷി ഓഫീസർ P മനീഷ, അസിസ്റ്റന്റുമാരായ ആശ വിൽസൺ, ലിജി പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ GUP സ്കൂൾ വാർഷികാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A സായിനാഥൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ്, വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. KSTA കൊടുങ്ങല്ലൂർ ഉപജില്ലാ തലത്തിൽ LSS USS മോഡൽ പരീക്ഷകൾ നടത്തി. KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരീക്ഷ VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. KSTA ഉപജില്ലാ പ്രസിഡന്റ് OS ഷൈൻ അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CA നസീർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PM മോഹൻരാജ്, PC സിംല, ഉപജില്ലാ സെക്രട്ടറി M അഖിലേഷ് എന്നിവർ സംസാരിച്ചു. മുൻ ജില്ലാ കമ്മിറ്റി അംഗം TS സജീവൻ രക്ഷിതാക്കൾക്കായുള്ള ക്ലാസ് നയിച്ചു. മോഡൽ പരീക്ഷയിൽ 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു.
നടത്തിക്കൊണ്ടുവരുവാനുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. അയന്തോൾ സിവിൽ ലൈൻ പാർക്കിൽ സ്ഥാപിച്ച ആധുനിക മ്യൂസിക് സിസ്റ്റത്തിന്റെ സ്വിച്ച് ഓൺ കൌൺസിലർ സുനിത വിനോദ് നിർവഹിച്ചു. പാർക്കിലെ വാക്വേയുടെ എല്ലായിടത്തും സംഗീതം ആസ്വദിച്ച് നടക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് ദിനപത്രങ്ങളും പുസ്തകങ്ങളും വായിക്കുന്നതിനുള്ള സൗകര്യവും പാർക്കിൽ ഏർപ്പെടുത്തി. വോക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.പി. അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജെയിംസ് മുട്ടിക്കൽ, ബാബു പാറയിൽ, ടി.ഐ.കെ. മൊയ്തു, സി.കെ. ഷീല, ബാലചന്ദ്ര സുഭാഷ്, പ്രകാശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മലയാള സിനിമയുടെ ലളിതഭാവം മാഞ്ഞിട്ട് 3 വർഷം. ഞാൻ മരിച്ചു പോയാൽ എന്നെ ഓർമ്മിക്കുമോ? പ്രിയപ്പെട്ട നാരായണി, ഓർക്കും. എങ്ങനെ ഓർക്കും? നാരായണിയുടെ അടയാളം ഈ ഭൂഗോളത്തിൽ എങ്ങുണ്ട്. അവതരിപ്പിച്ച ഓരോ കഥാപാത്രത്തിലും ലാളിത്യത്തിന്റെ കയ്യൊപ്പിട്ട നടി. അഭിനയശൈലിയിലെ നർമ്മബോധവും സഹജമായ ചുറുചുറുക്കും അവരെ അനന്യയാക്കി. മാതൃഭാവത്തിലേക്കും വാത്സല്യത്തിലേക്കും മാത്രം ഒതുങ്ങി നിൽക്കാതെ കുസൃതിയും കുശുമ്പും കുന്നായ്മയും വേണമെങ്കിൽ അല്പം വില്ലത്തരവും വരെ കാണാവുന്ന അഭിനയ വൈവിധ്യമാണ് ലളിത സിനിമയിൽ എഴുതിച്ചേർത്തത്. ചത്തിട്ടില്ല, അതറിഞ്ഞിട്ട് കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവല്ല. എനിക്ക് വേണ്ട. പെൺമയുടെ സമസ്ത ഭാവങ്ങളും പ്രകാശിക്കുന്ന ഒരു മാജിക് ഉണ്ടായിരുന്നു അവരുടെ കഥാപാത്രങ്ങളിൽ. കഥാപാത്രങ്ങളിലേക്ക് അനായാസ പരകായ പ്രവേശമാണ് ലളിത എപ്പോഴും കാഴ്ചവെച്ചത്. 2 ദേശീയ അവാർഡടക്കം ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടാനായത് ആ അഭിനയ മികവിന്റെ നേർസാക്ഷ്യങ്ങളാണ്. സ്നേഹവും സങ്കടവും സന്തോഷവും പരിഭവവും പരിഹാസവും ഈ അഭിനേത്രിയുടെ കഥാപാത്രങ്ങളിൽ ഭദ്രമായിരുന്നു. ആഹാ, അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല. ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും. ഓമനെ നമുക്കൊരു ആശുപത്രി പോയി കളയാം. ഞാനത്ര ദുഷ്ടത്തിയല്ല. ഞാനൊരു പെണ്ണാ. ഞാൻ പ്രസവിക്കും. കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട്. ആരാ? നിങ്ങൾ തന്നെ. അമ്മ, അമ്മൂമ്മ, ഭാര്യ തുടങ്ങി സ്ഥിരം വേഷങ്ങളിൽ അവർ ജാഗ്രതയോടെ ചില പൊടിപ്പുകൾ നൽകി വ്യത്യസ്തയാക്കി. കൂട്ടുവേഷങ്ങളിൽ വീട്ടുകാരി എന്ന ലേബലിൽ അവർ മറ്റുള്ളവരെ അതിശയിപ്പിച്ചു. വിയറ്റ്നാം കോളനിയിലെ പട്ടാളം മാധവി, കോട്ടയം കുഞ്ഞച്ചനിലെ ഏലിയാമ്മ, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ടിലെ പുരുഷവിരോധിയായ സൂപ്രണ്ട്, മണിച്ചിത്രത്താഴിലെ ഭാസുര തുടങ്ങി മലയാളികൾ ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങളായി സ്ക്രീനിൽ ലളിത ജീവിച്ചു. സംഭാഷണങ്ങളിലെ ശബ്ദവിന്യാസം കൊണ്ട് ലളിത തീർത്ത മായാജാലം മറ്റൊരു അഭിനേതാവിനും അവകാശപ്പെടാനാകില്ലായിരുന്നു. ശബ്ദാഭിനയത്തിലൂടെ കൈവരിച്ച ഭാവപൂർണിമ മതിലുകൾ എന്ന സിനിമയിലെ നാരായണിയിലുണ്ട്. സഹനടിയായും പ്രതിനായികയായും 5 പതിറ്റാണ്ടിലേറെ KPSC ലളിത നിറഞ്ഞാടി. പിൽക്കാലത്ത് TV സീരിയലുകളിലും അവർ ശ്രദ്ധേയ കഥാപാത്രങ്ങൾ ചെയ്തു. കലാരംഗത്ത് ഉന്നത സ്ഥാനത്തെത്തിയെങ്കിലും ലളിതമായിരുന്നു KPSC ലളിതയുടെ ജീവിതം. വേഷപ്പകർച്ചകൾക്കൊടുവിൽ ചമയങ്ങൾ അഴിച്ചുവെച്ച് അരങ്ങൊഴിഞ്ഞപ്പോൾ KPSC ലളിതയ്ക്ക് പകരം വയ്ക്കാൻ ഇന്ന് മലയാള സിനിമയിൽ മറ്റൊരു മുഖമില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക് TCV. കൊടുങ്ങല്ലൂർ GLP SGHS സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. വിരമിക്കുന്ന അധ്യാപിക ഷൈലയ്ക്കുള്ള ഉപഹാര സമർപ്പണം VR സുനിൽകുമാർ MLA നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും.
ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. മികവുകളുടെ പ്രകാശനം കൊടുങ്ങല്ലൂർ BPC മോഹൻരാജും പ്രതിഭകൾക്കുള്ള പുരസ്കാര വിതരണം AEOP മൊയ്തീൻകുട്ടിയും നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ LC പോൾ, ON ജയദേവൻ, കൌൺസിലർമാരായ CS സുമേഷ്, TS സജീവൻ, ഹെഡ് മിസ്റ്റേഴ്സ് KJ ബീന, PTA പ്രസിഡന്റ് നിത്യ സുബിൻ എന്നിവർ സംസാരിച്ചു. ടീച്ചർ സൂചിപ്പിച്ച ഒരു കാര്യത്തോട് മാത്രം ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. നമുക്ക് ഒരു ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ റോബോട്ടിക് എക്സ്പോ സംഘടിപ്പിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ റോബോഹെൻ, ഓട്ടോമാറ്റിക് സ്റ്റെയർ, ഓട്ടോമാറ്റഡ് ഗേറ്റ്, ഹാൻഡ് റൈറ്റ്, ഫീഡ് ചെയ്താൽ സ്വന്തം കൈപ്പടയിൽ അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ, മ്യൂസിക് ലൈറ്റ് എന്നിവ പ്രദർശനത്തിലെ കൗതുകങ്ങളായി. യൂണിറ്റ് അംഗങ്ങളായ MS ശ്രീവേദ്, അദ്വൈത് ദിലീപ്, ഏഞ്ചലിൻ ടോണി, ഗോഡ്സൺ പ്രിൻസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദർശന വസ്തുക്കൾ ഒരുക്കിയത്. അധ്യാപകരായ K സൗമ്യ, K ഷിനി എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദിയും വായനശാലയും സംയുക്തമായി ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം MP ജോഷി, VS സുബീഷ്, TM ശിഖാമണി എന്നിവർ സംസാരിച്ചു. നടിയും അവതാരകയും നർത്തകയും കോമഡി ഷോകളിലെ നിറസാന്നിധ്യവുമായിരുന്ന സുബി സുരേഷ് വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 2 വർഷം. ഒരു പ്രൊഫഷണൽ ഹാസ്യ നടിയായും ടെലിവിഷൻ അവതാരകയായും പെൺകരുത്ത് തെളിയിച്ച അതുല്യ പ്രതിഭയായിരുന്നു സുബി സുരേഷ്. മലയാളത്തിൽ കോമഡി രംഗത്ത് പുരുഷന്മാർ അരങ്ങ് തകർക്കുന്ന കാലത്താണ് വേറിട്ട ഹാസ്യാവതരണ ശൈലിയിലൂടെ മലയാളിയുടെ പ്രിയപ്പെട്ട താരമായി സുബി മാറിയത്. സ്റ്റേജ് ഷോകളിൽ തന്റെ ഒറ്റയാൾ പ്രകടനം കൊണ്ട് തിളങ്ങിയ സുബി പ്രതിസന്ധികളിൽ നിന്ന് ദൃഢനിശ്ചയവും സ്ഥിരോത്സാഹവും കൊണ്ട് ഉയർന്നുവന്ന അഭിനേത്രിയായിരുന്നു. അഭിനയിച്ച കോമഡി പരിപാടികളിലെല്ലാം സ്വതസിദ്ധമായ തമാശകൾ കൊണ്ട് പ്രേക്ഷകരെ ചിരിപ്പിച്ചു. ഉണ്ടായിരുന്ന വീടും പറമ്പും വിറ്റ് വെള്ളം കുടിച്ച് നശിപ്പിച്ചില്ലേ, എന്നിട്ടിപ്പോ കടത്തിണ്ണേലാ കിടപ്പ്. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? നീ വിഷമിക്കാതിരിക്കടി, നിനക്ക് വേണ്ടി ഞാനൊരു താജ്മഹൽ പണിയും. താജ്മഹൽ എന്റെ മനുഷ്യ, ലോൺ എടുത്തെങ്കിൽ നിങ്ങൾക്കൊരു പേര പണിയാ മേലെ. സിനിമാല എന്ന ഹാസ്യ പരിപാടിയിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി ടെലിവിഷൻ രംഗത്തെത്തിയ നടി ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടു. രാജസേനൻ സംവിധാനം ചെയ്ത കനകസിംഹാസനം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലെ അരങ്ങേറ്റം. ഇത് ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതാ. ഇവിടെ രഹസ്യമായിട്ട് പലരും ഇത് കഴിക്കാറുണ്ട്. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എന്റെ ഗോപാൽക്കാരൻ എനിക്ക് എന്നും ഇഷ്ടമായിരുന്നു. ഇടയ്ക്കൊക്കെ ഒരു ദിവസം ഇത് കഴിച്ച് എൻജോയ് ചെയ്യണ്ടേ. പഞ്ചവർണ്ണ തത്ത, ഡ്രാമ, 101 വെഡിങ്, ഗൃഹനാഥൻ, കില്ലാടി രാമൻ, എൽസമ്മ എന്ന ആൺകുട്ടി, തസ്കര ലഹള തുടങ്ങി 20-ലധികം സിനിമകളിൽ അഭിനയിച്ചു. അവതാരകയുടെ റോളിലെത്തിയപ്പോഴും കാഴ്ചക്കാരെ ഒട്ടും മടുപ്പിക്കാതെ സദസ്സിനെ കയ്യിലെടുത്തു. സാറിന് വേണ്ട പച്ചക്കറികൾ ചേച്ചിയുടെ കൈകൊണ്ട് തന്നെ വാങ്ങിക്കണോന്ന് പറഞ്ഞ് മാർക്കറ്റിൽ പോയിരിക്കുക. ഞാൻ പോവാന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചില്ല. എന്താ സാർ? അല്ല, ഞാനൊരു ഫയൽ എടുക്കാൻ മറന്നുപോയി. ഈ ചുവന്ന ഫയൽ എടുക്കാൻ വേണ്ടി വന്നതാ. കുട്ടിപ്പട്ടാളം എന്ന ടെലിവിഷൻ ഷോ സുബിക്ക് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു. കോമഡിയിലെ ടൈമിങ്ങും കൈയടക്കത്തോടെയുള്ള ഹാസ്യ അവതരണവുമാണ് സുബിയെ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാക്കി മാറ്റിയത്. അപ്രതീക്ഷിതമായി മലയാള ഹാസ്യരംഗത്ത് സുബി സുരേഷിന്റെ വിയോഗമുണ്ടാക്കിയ വിടവ് ഇന്നും നികത്തപ്പെടാതെ കിടക്കുകയാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, TCV. ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന M സുകുമാരപിള്ളയുടെ 11ാമത് ചരമവാർഷികം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അക്കാദമിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ M സുകുമാരപിള്ള ഫൗണ്ടേഷൻ പ്രസിഡന്റ് MP ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി S ബാബുക്കുട്ടി, MLA P ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നിലനിൽപ്പെട്ട മുൻ MP കൂടിയായിട്ടുള്ള
ഉത്രാളിക്കാവ് പൂരം വെങ്കക്കാട് ദേശത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഉത്സവരാവിൽ പൂരക്കാഴ്ച നടന്നു. മുലക്കൽ ശ്രീമൂല സ്ഥാനത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെത്തി സമാപിച്ചു. വർണ്ണശബളമായ ഘോഷയാത്രയിൽ പൂതൻതിറ, മറ്റ് അനുഷ്ഠാന കലാരൂപങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി ഗേൾസ് LP സ്കൂളിലെ വാർഷികാഘോഷം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ രാജേഷ് സജി, വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ബഷീർ, സ്കൂൾ ലീഡർ VA ആയിഷ, PTA പ്രസിഡന്റ് ജോഫി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. കുമരനെല്ലൂർ ദേശം ഒരുക്കുന്ന പൂരനിലാവിന്റെ 3ാം ദിവസം കൈകൊട്ടികളി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. സ്വപ്ന ശ്രീകുമാർ നേതൃത്വം നൽകുന്ന ദശപുഷ്പം, ഉഷ നേതൃത്വം നൽകുന്ന സൗപർണിക എന്നീ ടീമുകളാണ് കൈകൊട്ടികളി അവതരിപ്പിച്ചത്. K ബാലകൃഷ്ണൻ, P അയ്യപ്പൻകുട്ടി, V ശ്രീധരൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. जय जनार्दना कृष्ण राधिकापते नंदनदी चोरु भूतारी सखी मुत्तु पदी चोरु भूतारी ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഉപജീവനം പദ്ധതിയുടെ ഭാഗമായി തയ്യൽ മെഷീൻ വിതരണം ചെയ്തു. ഉപജില്ലാ കലോത്സവത്തിന് സ്കൂളിൽ നടത്തിയ തട്ടുകടയിലെ വരുമാനമാണ് ഇതിനായി ഉപയോഗിച്ചത്. NSS വോളണ്ടിയർമാർ പുസ്തക ചലഞ്ചിലൂടെ ശേഖരിച്ച 22,000 രൂപയുടെ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിക്ക് കൈമാറുകയും ചെയ്തു. കൌൺസിലർ ലബീബ് ഹസൻ, BBC അനീഷ് ലോറൻസ്, PTA പ്രസിഡന്റ് P മണികണ്ഠൻ, TA പ്രേമരാജൻ, പ്രിൻസിപ്പൽ VB ശ്യാം, പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ഞായർ തിങ്കൾ തീയതികളിൽ ആഘോഷിക്കും. 23-ന് നടക്കുന്ന പൂരാഘോഷത്തിൽ 45 ദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ പ്രമുഖരായ 50 ഗജവീരന്മാർ പൂരം കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരക്കും. 24-ന് നടക്കുന്ന വേലയിൽ 25 കമ്മിറ്റികളിൽ നിന്നായി വിവിധ നാടൻ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തും. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷൈജു, ജോയിന്റ് സെക്രട്ടറി EV അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേച്ചേരി പീപ്പിൾ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വാർഷികം നാളെ കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടക്കും. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് സൗജന്യ കണ്ണു പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടക്കും. പ്രസിഡന്റ് നസീർ കേച്ചേരി, സെക്രട്ടറി RV അബ്ദുൽ മാലിക് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യുവമോർച്ച കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക, കൊടുങ്ങല്ലൂർ മേഖലയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ നടന്ന എല്ലാ താൽക്കാലിക നിയമനങ്ങളെക്കുറിച്ചും താലൂക്ക് ആശുപത്രിയിലെ ലേ സെക്രട്ടറിക്ക് മർദ്ദനമേറ്റ സംഭവത്തെക്കുറിച്ചും അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. യുവമോർച്ച ദേശീയ സെക്രട്ടറി P ശ്യാംരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. N ഹരി അധ്യക്ഷത വഹിച്ചു. വിഷ്ണു ശാസ്താംബിടം, KS വിദ്യാസാഗർ, ശരത്, അശ്വന്ത് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ എടപ്പുള്ളി ജാറത്തിൽ ചന്ദനക്കുട നേർച്ച ആഘോഷിച്ചു. ചാവക്കാട് ജുമാ മസ്ജിദ് പരിസരത്തുനിന്ന് ആരംഭിച്ച താബൂത്ത് കാഴ്ച ഉച്ചയോടെ പള്ളിയങ്കണത്തിലെത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടപ്രാർത്ഥനയോടെ താബൂത്ത് ജാറത്തിൽ സമാപിച്ചു. 3 ദിക്കുകളിൽ നിന്ന് ആരംഭിച്ച കൊടികയറ്റ കാഴ്ച പള്ളിയങ്കണത്തിൽ എത്തി ആനപ്പുറത്തിരുന്ന കൊടിയേറ്റി. ബാൻഡ്, വാദ്യമേളങ്ങൾ, ദഫ്മുട്ട, പരിചയമുട്ട എന്നിവ കാഴ്ചകൾക്ക് പൊലിമയേകി. തുടർന്ന് ചക്കരക്കഞ്ഞിയും നേർച്ച ഭക്ഷണവും വിതരണം ചെയ്തു.
ദേശീയ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സുഫ്ന ജാസിമിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി, പദ്യം ചൊല്ലൽ, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ മുഹമ്മദ് അജ്സലിനെയും അനുമോദിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന അനുമോദന യോഗം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TG അശോകൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റോസ്ലി തോമസ്, അഷ്റഫ് ചാലിയത്തൊടി തുടങ്ങിയവർ സംസാരിച്ചു. പാലപ്പള്ളി പറവരങ്ങത്ത് സലീം, ഖദീജ ദമ്പതികളുടെ മകളാണ് സുഫ്ന ജാസ്മിൻ. കനാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് അജ്സൽ കോഴിപ്പുറത്ത് വീട്ടിൽ ഷിഹാബുദ്ദീന്റെയും ഹസീനയുടെയും മകനാണ്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പഴയന്നൂർ GHSS ഗ്രൌണ്ടിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ മുഖ്യാതിഥിയായിരുന്നു. പഴയന്നൂർ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. GHSS പഴയന്നൂർ SMT ഹയർ സെക്കൻഡറി സ്കൂൾ ചേലക്കര, സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മായന്നൂർ, GVHSS തിരുവല്ലാമല, മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചേലക്കര തുടങ്ങിയ സ്കൂളുകളിലെ SPC കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. ഗവൺമെന്റ് ഹൈസ്കൂൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് വളരെയേറെ അഭിമാനത്തോടെ കോടമുക്ക് AM LP സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു. വെങ്കടങ്ങ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗ്രേസി ജേക്കബ് സമ്മാനദാനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് AS സുജിത്ത്, സ്കൂൾ മാനേജർ MA മുഹമ്മദ് കുട്ടി ഹാജി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു അമ്പലത്ത്, OSA പ്രസിഡന്റ് ശശിധരൻ ചാത്തച്ചാട്ടിൽ, മദർ PTA പ്രസിഡന്റ് സുകന്യ സനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം കിഴക്കേടത്ത് കളപ്പുരയ്ക്കൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ശിവേലി, തുടർന്ന് ദേവിക്ക് രുദ്രാഭിഷേകം, പഞ്ചവിംശതി കലശാഭിഷേകം, പകൽപൂരം, വെടിക്കെട്ട് എന്നിവ നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പ്രസന്ന നടികൾ, ക്ഷേത്രം മേൽശാന്തി സുബീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വലപ്പാട് GDM LP സ്കൂളിന്റെ വാർഷികാഘോഷം എഴുത്തുകാരൻ സമരൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു. വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനീത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ CK ബിജോയ്, BRC ട്രെയിനർ KP ശ്രീജ, PTA പ്രസിഡന്റ് ഷാനുജ നദീഷ്, മാതൃസംഗമം പ്രസിഡന്റ് വിജിത ഹരിലാൽ, RR സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ വാർഷിക ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, സീനിയർ അധ്യാപിക VP പ്രിയ, SRG കൺവീനർ ലിജിത എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷം MLA മുരളി പെരുന്നലി ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. വിദ്യാലയത്തിന്റെ സ്മരണികാ പ്രകാശനം കവിയും നിരൂപകനുമായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, ജനപ്രതിനിധികളായ NB ജയ, TC മോഹനൻ, സുന്ദരൻ കരുമത്തിൽ, ശരത് കുമാർ MP, ലിസി വർഗീസ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ സജീന്ദ്ര മോഹൻ എന്നിവർ സംസാരിച്ചു. പേനകം ശ്രീ ഗുരുദേവ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ ഡിജിറ്റൽ ഫെസ്റ്റ് ആഘോഷിച്ചു. സാങ്കേതിക രംഗത്ത് തരംഗം സൃഷ്ടിച്ച സൈബർ സ്ക്വയറിന്റെ നേതൃത്വത്തിലാണ്
ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കുസാറ്റ് റിട്ടയർഡ് പ്രൊഫസർ KG നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. മാനേജർ ഗോപാലകൃഷ്ണൻ, പ്രിൻസിപ്പൽ KH സിന്ധു, K ദിവാകർ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നാളെ കുടുംബ സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കായിക മത്സരങ്ങൾ, കുടുംബ സംഗമം, പൊതുസമ്മേളനം, ആദരണം, കലാസന്ധ്യ, സ്നേഹവിരുന്ന്, വർണ്ണമഴ എന്നിവ വ്യാപാരി ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ, ജനറൽ സെക്രട്ടറി TA ഉമേഷ് ബാബു, ട്രഷറർ PH സാബു, ജനറൽ കൺവീനർ ബൈജു പള്ളിപ്പാടൻ, VM ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 8045 രൂപ, പവന് 64,360 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3406 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ദുരന്തബാധിതർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനോട് സംസാരിക്കാമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ദുരന്തബാധിതർക്ക് എല്ലാവർക്കും വീട് നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ +2 വിദ്യാർത്ഥിയുടെ ചെവി അറ്റുപോയി. മർദ്ദന വിവരം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായി ബന്ധുക്കളുടെ ആരോപണം. അന്താരാഷ്ട്ര നാടകോത്സവത്തിന് തൃശൂരിൽ നാളെ തിരശ്ശീല ഉയരും. 8 ദിവസങ്ങളായി നടക്കുന്ന നാടകോത്സവത്തിൽ 15 നാടകങ്ങൾ അരങ്ങേറും. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ ചരിഞ്ഞ കൊമ്പന് അണുബാധയേറ്റിരുന്നതായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കാട്ടാനയുടെ ജഡം കോടനാട് സംസ്കരിച്ചു. അട്ടപ്പാടിയിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കരടിയെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ചു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ബൈക്കിന് പുറകിൽ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ആലത്തൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. ഗുരുവായൂരിൽ ബൈക്ക് യാത്രികന് തെരുവുനായയുടെ കടിയേറ്റു. ചാവക്കാട് സ്വദേശി ഉണ്ണിയെയാണ് തെരുവുനായ ആക്രമിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.